രാവിലെ എണീറ്റപ്പോൾ കണ്ട വ്യൂ ആണ് കേട്ടോ. നല്ലൊരു ആന നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കുളിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ഭാഗത്ത് ഒരു പൂരമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് പോകുന്ന ആനയിച്ച് പോകുന്ന ഒരു ആനയാണത്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെളുത്ത് ആ ഒരു തുമ്പിക്കയുടെ അവിടെയൊക്കെ വെളുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു വീട്ടിൽ വന്നു. ഫെയർക്ക് നല്ലൊരു ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ വാങ്ങിച്ചതാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ളത് പാക്കറ്റ് വാങ്ങിച്ചതാണ്. പിന്നെ സത്യത്തിൽ ഇത് എന്തിനൊക്കെ അറിയണതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, എന്തിനാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു കരച്ചിലും പാസ്സാക്കി വൈകുന്നേരം നല്ല പഴംപൊരി കഴിച്ചു. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലത്തെ താത്ത വന്ന് പറയുന്നത്, വേഗം വായു, ഇവിടെ ഒരു പാമ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പാമ്പ് എലീനെ വായിൽ വിഴുങ്ങിയിട്ട് ഫുള്ള് പോകുന്നുള്ളൂ. ആ വായ തുറക്കുന്നതൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. അതിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അണലിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മഗ്‌രിബിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ പൂരമാണ്. അപ്പോൾ അപ്പുറത്തൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല വിളിക്കാൻ വേണ്ടിയിട്ടൊന്നും. അപ്പോൾ അത് നല്ല വിഴുങ്ങി. ഞാൻ അടുത്തേക്കൊക്കെ പോയി. അപ്പോൾ അത് എലീനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഭയങ്കര കാമായിട്ടാണ് ഇരിക്കുന്നത്. വയറൊക്കെ കണ്ടോ വീർത്തിക്കണ്. അത് ആ വായിക്കൂടെ ഇറക്കി ആ ഭാഗം വരെ ഇങ്ങനെ പോകുന്നത് നല്ലൊരു സ്ലോ മോഷനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ മതിലിൻ്റെ അവിടെയൊക്കെ ഓരോ ഹോൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയൊക്കെ പോയിട്ടുള്ളത് തോന്നുന്നുണ്ട്. ഞാൻ ഇവിടുന്നൊക്കെ എടുക്കുന്നുണ്ട്. കാരണം അപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ചൂടാണ്, എല്ലായിടത്തും പാമ്പാണ്. എല്ലാവരും വളരെ അവെയറായിട്ടിരിക്കുക, നല്ലോണം സൂക്ഷിക്കുക. തണുപ്പ് തേടിയിട്ട് നമ്മളെ വീട്ടിലോ വീട് പരിസരത്തോ ഒക്കെ ഈ ഒരു സംഭവം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി കോളിഫ്ലവറും ചോറും കഴിച്ചു. അപ്പോൾ ഇത്രയും ഉള്ളൂ.